ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ആയിട്ടും വരുന്നതാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇൻ ബാലൻസിങ് കണ്ടീഷൻ. ഷുവർ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുന്നതാണ് കിർച്ചോഫിന്റെ ലോയും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷനും. അപ്പൊ അത് ആരും പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവരുത്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് എന്തായാലും നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ ഫസ്റ്റത്തെ കിർച്ചോഫിന്റെ ലോ. 2 ലോയാ ഉള്ളത് എന്ന് പറഞ്ഞു. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറന്റ് റൂൾ എന്ന് പറയും. ജംഗ്ഷൻ റൂൾ പറയുന്ന ഇങ്ങനെ പേരാണ് കറന്റ് റൂൾ. ഇനി രണ്ടാമത്തേതാണ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ പറയണത് വോൾട്ടേജ് റൂൾ. അപ്പൊ എന്താണ് കിർച്ചോഫിന്റെ കറന്റ് റൂൾ എന്ന് പറയുന്നത്? കറന്റ് എൻറ്റർ ചെയ്യുന്ന ജംഗ്ഷനും കറന്റ് ലിവ് ചെയ്യുന്ന ജംഗ്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ടോട്ടൽ ഇൻകമിംഗ് കറന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറന്റ്. ഇനി അപ്പൊ അവരുടെ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് സം ഓഫ് കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ലൂപ്പ് റൂൾ പറയുന്നത് വോൾട്ടേജിന്റെ സമ്മ്, അതായത് സം ഓഫ് ഓൾജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ദ ടോട്ടൽ EMF. നമ്മൾ കൊടുക്കുന്ന EMF എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഇതിലെ ഓരോ വോൾട്ടേജിന്റെയും സം എന്ന് പറയുന്നത്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഓഫ് V is equal to എന്താ ഇക്വേഷൻ? I into R എന്നാണ്. അപ്പൊ കറന്റും റെസിസ്റ്റൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. 2 ലൂപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലൂപ്പ്, ഇത് സെക്കൻഡ് ലൂപ്പ്.